വാർദ്ധക്യകാലത്ത് വീടുകളിൽ ദുരിതമനുഭവിക്കുന്ന മാതാപിതാക്കളുടെ കഥകൾ ഉള്ളുലയ്ക്കുന്ന വേദനയോടെയാണ് നമ്മൾ കേൾക്കാറുള്ളത്. മക്കളുണ്ടെങ്കിലും നോക്കാൻ ആളില്ല, ചിലവിന് കൊടുക്കാൻ ആരുമില്ല. അതുമാത്രമല്ല, മാതാപിതാക്കളുടെ പെൻഷൻ തുക പോലും കൊള്ളയടിക്കുന്ന മക്കളുണ്ട്. കൊല്ലം പരവൂരിൽ വീടിന് തീപിടിച്ച അമ്മയും മകനും മരിച്ച സംഭവത്തിൽ പല സംശയങ്ങളും ദുരൂഹതയുമുണ്ട്. 96 വയസ്സുള്ള തങ്കമ്മയും മകൻ ശിവദാസനുമാണ് മരിച്ചത്. തീപിടുത്തത്തെ തുടർന്നാണ് മരണമെങ്കിലും അപകടത്തിന്റെ കാരണം ഉൾപ്പെടെ പോലീസ് വിശദമായി അന്വേഷിച്ചു വരികയാണ്. അമ്മയ്ക്ക് ലഭിച്ചിരുന്ന പെൻഷൻ തുകയെ ചൊല്ലിയുള്ള തർക്കമാണോ ഇരുവരുടെയും മരണത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കൊല്ലം പരവൂർ പുത്തൻകുളത്താണ് നാടിനെ നടുക്കിയ സംഭവമുണ്ടായത്. വീടിനുള്ളിൽ തീയും പുകയും ഉയരുന്നത് കണ്ട നാട്ടുകാർ ഓടിയെത്തിയെങ്കിലും വീടിനുള്ളിലേക്ക് പ്രവേശിക്കാനായില്ല. പോലീസും അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തിയപ്പോഴേക്കും വീട്ടിലുണ്ടായിരുന്ന തങ്കമ്മയും മകൻ ശിവദാസനും മരിച്ചിരുന്നു. നമുക്ക് ഇവരെ വളരെ കുറച്ച് നാളുകളെ അയാൾ ഇവിടെ താമസമായിട്ടുണ്ട്. മരണപ്പെട്ട അമ്മയുടെ മകളെ മാത്രമേ നമുക്ക് പരിചയമുള്ളൂ. പക്ഷേ ഇപ്പം മരണപ്പെട്ടത് മകനും അമ്മയുമാണ്. മകൻ മറ്റ് സ്ഥലത്തെവിടെയാണ് താമസം. ഇപ്പോൾ എന്തോ അവരുടെ ഫാമിലി പ്രശ്നങ്ങളാണ്, സംസാരിച്ചുണ്ടായ ഒരു പ്രശ്നമാണ്. സിലിണ്ടറിന് തീപിടിച്ചാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. 96 വയസ്സുകാരിയാണ് തങ്കമ്മ. ശിവദാസന് 70 വയസ്സാണ്. തീപിടുത്തത്തിന്റെ കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല. സംഭവത്തിലെ ദുരൂഹത നീക്കാൻ പോലീസ് അന്വേഷണം തുടങ്ങി. പെൻഷൻ പണത്തെ ചൊല്ലി ശിവദാസൻ അമ്മയുമായി വഴക്കിട്ടിരുന്നതായി നാട്ടുകാർ പറയുന്നു. ഇവിടെ ഈ വീട്ടിൽ അമ്മയും മോളും മകളുടെ കുഞ്ഞുങ്ങളുമാണ് താമസിച്ചിരുന്നത്. അപ്പോൾ ഈ മരണപ്പെട്ടുപോയ അമ്മയുടെ മകൻ ഇടയാടിയിലാണ് താമസം. പുള്ളിക്കാരൻ ഈ വീട്ടിൽ വന്ന് ഈ അമ്മയ്ക്ക് INA പെൻഷനായിട്ടുണ്ട്. പെൻഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അമ്മയായിട്ട് നിരന്തരം വഴക്കുണ്ടെന്നാണ് ഇവിടെ തിരക്കിയതിൽ അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് എന്തോ പെട്രോളോ എന്തോ ഒഴിച്ച് തീ കത്തിച്ചു. പുള്ളിക്കാരനെ ഇറങ്ങി ഓടിപ്പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരിക്കാം എന്നാണ് തോന്നുന്നത്. ഏതായാലും അമ്മയും മകനും മരിച്ചു. വളരെ ദുഃഖം ഉള്ളൊരു കാര്യമായി പോയി. തങ്കമ്മയും മകളും മക്കളുമാണ് പുത്തൻകുളത്തെ വീട്ടിൽ താമസിച്ചു വന്നിരുന്നത്. ശിവദാസന്റെ വീട് ഇടയാടിയിലാണ്. അമ്മ താമസിക്കുന്ന വീട്ടിലേക്ക് ശിവദാസൻ തിങ്കളാഴ്ച എത്തിയതായാണ് വിവരം. തീപിടുത്തത്തിന് പിന്നിലെ കാരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പോലീസ് അന്വേഷിക്കുന്നത്. ന്യൂസ് 18 കൊല്ലം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.